الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കേണ്ടുന്നവ കാത്തുസൂക്ഷിച്ച് മാനിക്കേണ്ടുന്നവയെ മാനിച്ചു പാലിക്കേണ്ടവ പാലിച്ചും യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ലോകത്ത് പല പ്രയാസങ്ങളും നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഒരുപക്ഷെ മാനുഷികമായ പരിഗണന വെച്ച് അളക്കുമ്പോൾ പലതും നമുക്ക് ബാധിക്കാത്തത് കൊണ്ട് അത് നാമുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ള നിലക്ക് അവഗണിക്കപ്പെടാറും ഉണ്ട്. ചിലതൊക്കെ മാനുഷികമായ പരിഗണന വെച്ച് നമ്മളിൽപ്പെട്ടതാണ് എന്ന് ഗണിക്കാറുമുണ്ട്. അതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ്. ഈ അടുത്ത് വയനാട് ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് മുൻപ് അർജുനൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലോറി അടക്കം
ഇല്ലാതെയായി പോയപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യമാരും അമ്മമാരും ഞാനും നിങ്ങളും ഒക്കെ നേരം വെളുത്ത് നമ്മുടെ ഒന്നും ചോരയോ കൂട്ടുകുടുംബമോ അയൽവാസിയോ നാട്ടുകാരനോ ഒന്നുമല്ല. എന്നിരുന്നാൽ പോലും നേരം വൈകുന്നേരമാകുമ്പോഴും നേരം പുലരുമ്പോഴൊക്കെ ഒരു ആകാംക്ഷയായിരുന്നു, പ്രാർത്ഥനകളുണ്ടായിരുന്നു. അതൊക്കെ ഒരു മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ടാണ്. അത് വേണം, അതാണ് മനുഷ്യൻ. അതിനിപ്പുറം കടന്നു വന്നാൽ അവനവന്റെ രക്തവുമായി ബന്ധപ്പെടുന്ന ആശയാദർശങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ പരിശോധിക്കുമ്പോൾ അതിനേക്കാൾ അപകടം നിറഞ്ഞ തലത്തിലേക്കാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസരംഗത്ത് അവർക്കുള്ള അവസ്ഥ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാതെയായി പോവുകയാണ്. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആ ഒരു കോണിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയാണ്. എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, സ്രഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് ശീഘ്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്തിലൂടെ ഈ മണ്ണിന്റെ മുകളിൽ വിണ്ണിന് താഴെ ജീവിക്കുന്ന മനുഷ്യർ ആരെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു വചനം നമുക്ക് തന്നെ കാണാൻ പറ്റും. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ച, അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ബാപ്പാന്റെ ബാപ്പ, അബൂന അബുൽ ബഷർ, ആദം നബി വരെ എത്തുന്ന ആ ഒരു ഘട്ടത്തിലുള്ളവരെ മുഴുവൻ സൃഷ്ടിച്ചതാര്? ആ സ്രഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. മലയാളത്തിലെ ആ പദപ്രയോഗം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടാവും സ്രഷ്ടാവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പെടും. സ്രഷ്ടാവോ അത് അല്ലാഹു മാത്രമാണ്. തുല്യതയില്ലാത്ത, മാതൃകയില്ലാത്ത, മുൻ മേഖലകളിലൊന്നും ആ രൂപത്തിൽ ന്യൂനതയോ അന്യൂനതയുള്ള മറ്റൊന്നും ഇല്ലാത്ത ഒന്നിൽ നിന്ന്, ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്ന ഒന്നിനെയാണ് സ്രഷ്ടാവ് എന്ന് പറയുക. അത് അള്ളാഹ്ക്ക് മാത്രം പറയുന്ന പേരാണ് ഖാലിഖ് എന്നുള്ളത്. ആ അള്ളാഹുവിനെ ആരാധിക്കണം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ഒന്നാമത് പറഞ്ഞ ഖാലിഖാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവരെയും. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടി. അല്ലാഹ് വീണ്ടും പറയാ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم الذي جعل لكم الأرض فراشا. ഒരു തൊട്ടിൽ ഒരു കുഞ്ഞിന് എങ്ങനെ സുരക്ഷിതത്വം ഒരുക്കുന്നുവോ അതേ രൂപത്തിലാണ് ഒരു മനുഷ്യന് ഭൂമിയെ അള്ളാഹു ഒരുക്കിയുള്ളത്. അലം നജഅലിൽ അർള മിഹാദ. സൂറത്തുൻ നബയിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ഭൂമിയെ തൊട്ടിലാക്കിയില്ലേ? എത്ര സുരക്ഷിതത്വമാണ്. എന്നിട്ട് അല്ലാഹു പറയാ, വസ്സമാഅ ബിനാഅൻ, ഒരു മേൽപ്പുര പോലെ ആകാശത്തെ ആക്കുകയും ചെയ്തു. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, ആകാശത്ത് അല്ലാഹു മഴ പെയ്യിപ്പിച്ചു, മഴ വർഷിച്ചു എന്നല്ല പറഞ്ഞത്. ഖുർആൻ സൂറത്തുൻ നബയിൽ തന്നെ പറയാ, വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ. ആ ആയത്തുന്നിടത്ത് എൻ്റെ വിശദീകരണങ്ങൾ നോക്കി നോക്കി. ഇങ്ങനെ നേർക്ക് നേരം നമ്മളൊരു ഓസ് കയ്യിൽ പിടിച്ചിട്ട്, ഗാർഡൻ നനയ്ക്കുന്ന ഓസ് കയ്യിൽ പിടിച്ചിട്ട് ടാപ്പ് തുറന്ന് ഒരു ചെടിയിലേക്ക് തിരിച്ചു വിട്ടാൽ ആ ചെടി തലകുത്തി മറിയും. അതിന്റെ കാണ്ഡത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഭൂലോകത്തുള്ള ഒരു ചെടിയെ അള്ളാഹു വളർത്തുന്ന മഴയുടെ നാനാഭാഗത്തു നിന്നുള്ള ഇളക്കവും കാറ്റുമൊക്കെയായിട്ട് അതിന്റെ കാണ്ഡം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പരിസ്ഥിതി അള്ളാഹു ഒരുക്കി കൊടുത്തു. അങ്ങനെയാണ് അള്ളാഹു മഴ ഒരുക്കിയിട്ടുള്ളത്. ആ മഴ വർഷിക്കുന്നതോടുകൂടി തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഉപജീവനം അള്ളാഹു പുറത്തു കൊണ്ടുവരികയും ചെയ്തു. فلا تجعلوا لله أندادا وأنتم تعلمون. അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെയും പങ്കാളിയാക്കി തീർക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. സങ്കടം എന്ന് പറയുന്നത് ഇത് ഓതുന്നവരും ഓദിക്കുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമായ ആളുകൾ ആ യാഥാർത്ഥ്യം തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്.
ഈ ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന എവിടെയാ? അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ വെച്ചാണ്. അതേ പള്ളികളുടെ 100-ൽ ഏകദേശം ഒരു 90% വരുന്ന പള്ളികളിലും അള്ളാഹു അല്ലാത്ത ആളുകളെ മൈക്ക് കെട്ടിയും അല്ലാതെയും പ്രാർത്ഥിക്കുന്ന കാഴ്ച വളരെ വ്യക്തമായും കൃത്യമായും നമ്മൾ കാണുകയാണ്. അള്ളാഹ് പറഞ്ഞ എന്തിനാ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാ? നമ്മൾ നാട്ടുകാർക്കൊക്കെ നിസ്കരിക്കാൻ, അവിടെ ഒരു മദ്രസ ഉണ്ടാകാൻ, അവിടെ അതിന്റെ മേഖലയിൽ കുറെ ദിക്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ അല്ല. ഇസ്ലാം അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ പറഞ്ഞെന്തിനാ? വഅന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പള്ളി ഉണ്ടാക്കുക. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുക്ക് സുജൂദ് ചെയ്യാൻ, അല്ലാഹുക്ക് ശുക്ർ ചെയ്യാൻ, അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറയാൻ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ, അല്ലാഹുവിനെ ഫിക്ർ ചെയ്യാൻ ഉണ്ടാക്കിയ പള്ളിയിൽ വെച്ചിട്ട് അല്ലാഹു അല്ലാത്ത ഒരാളെ പോലും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ എങ്ങാനും ചെയ്തു പോയാൽ അതിന്റെ പേരാ ശിർക്ക് എന്നുള്ളത്. പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന അതേ ആള് ഈ മുസല്ലയിൽ നിന്ന് ആ നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന പിന്നെ ആരുടെയൊക്കെ പേരിലാണ് വിളി നടക്കുന്നത്? യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ റിഫായി, യാ അല്ലാഹ് എന്ന് വിളിക്കേണ്ടുന്ന നാവിൽ കൂടി മറ്റെന്തു വന്നാലും അത് യാ റസൂലുള്ളാഹ് എന്നായാൽ പോലും ശിർക്കാണ്. അതാണ് തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും നിന്നോട് സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശിർക്ക്. അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തൗഹീദ്. ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ പദപ്രയോഗം, ഭാഷാപ്രയോഗം ബോധപൂർവം പറഞ്ഞതാ, എന്റെ വാക്ക് അബദ്ധം സംഭവിച്ചതല്ല. ഒന്നുകൂടി പറയാം, അള്ളാഹുവെ നിന്നെ ആരാധിക്കുകയും നിന്നോട് സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, അള്ളാഹു അല്ലാത്ത പാതകമാണ്. അങ്ങനെ പറഞ്ഞു വിശ്വസിച്ച് ആരാധിച്ച് ഇബാദത്ത് ചെയ്താൽ അയാൾ നരകത്തിൽ പോകും. ഇനി അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തൗഹീദ്. അത് ചെയ്താൽ അയാൾ നരകത്തിൽ പോകില്ല, സ്വർഗത്തിൽ പോകും. ആ മാത്രത്തിനാണ് വ്യത്യാസമുള്ളത്. ഒന്നും കൂടി പറയാം, എന്റെ ഭാര്യ എന്നോട് പറയാ നിങ്ങൾ എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ 18 പ്രാവശ്യം ഞെട്ടണം, ചാടണം. അതേ പ്രാവശ്യം എന്നോട് പറയാ നിങ്ങൾ മാത്രമാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമായി. ഭാഷ തിരിഞ്ഞല്ലോ, സംഗതി മനസ്സിലായല്ലോ, ഗൗരവം മനസ്സിലായല്ലോ. ഇതാണ്. അതെങ്ങാനും അബദ്ധവശാൽ ചെയ്തു പോയാൽ അല്ലാഹ് പറയാ ആ രൂപത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഇന്നല്ലാഹ ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന മഅവാഹുൻ നാർ. ഇന്നഹു തീർച്ചയായും കാര്യം മൻ യുശ്രികു ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു, ഒരു സംഘടനയല്ല, ഒരു സ്ഥാനമല്ല, നാട്ടുകാരല്ല, പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, മറിച്ച് ആ നാട്ടിലെ ബഹുഭൂരിഭാഗം ആളുകളല്ല, അല്ലാഹ് ഹറാമാക്കുകയാണ്. എന്താ ഹറാമാക്കുന്നത്? ഫഖദ് ഹറമല്ലാഹു, അല്ലാഹു ഹറാമാക്കുന്നു അലൈഹി, ആ മനുഷ്യന്റെ മേൽ അൽ ജന്നത്തു, സ്വർഗം. ഇവന്റെ സ്വർഗ്ഗമില്ല. എന്താ കാരണം? ശിർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട്. വമഅവാഹുൻ നാർ, അവന്റെ അഭയകേന്ദ്രം നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തു. മക്ക മുശ്രിക്കുകളായ ആൾക്കാരുടെ ഇടയിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ ദഅവത്ത് നടത്തിയത്. അവരോടാണല്ലോ ആദ്യമായി പ്രബോധനം നിർവഹിച്ചത്. അവരുടെ ഈ നിലത്തിലുള്ള നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ഖുർആനിൽ എത്രയോ ഭാഗത്ത് പറയാം, ചിലത് മാത്രം പറയാം സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ് ഖുൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. ലാത്തയുടെ ആളുകൾ, മനാത്തയുടെ ആളുകൾ, ഹെബലിന്റെ ആളുകൾ, ഉസ്സയുടെ ഒക്കെ ആളുകളായ ആളുകൾ മക്കത്തുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന ആളുകൾ, അള്ളാഹിനെ വിശ്വാസമുണ്ടായിട്ടും അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകൾ,
അള്ളാഹു റബ്ബാണ്, ഖാലിഖാണ്, റാസിഖാണ് എന്ന് മനസ്സിലായിട്ടും അള്ളാഹുവിനെ ഇലാഹാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ, അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, റസൂൽ അവരോട് ചോദിച്ചു നോക്ക്, വലഇൻ സഅൽതഹും, നിങ്ങളെങ്ങാനും അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശം സൃഷ്ടിച്ചത്, ആരാണ് ഭൂമി പടച്ചത് എന്ന് ചോദിച്ചാൽ അവർ ലാത്തയാണ്, മനാത്തയാണ്, ഹിബ്ലാണ്, വദ്ദാണ്, സുവാവാണ്, യഗൂസാണ്, യഗൂഖാണ്, നസ്റാണ് എന്നൊന്നും പറയില്ല. പിന്നെ അവരെന്താ പറയാ? അതൊക്കെ പടച്ചുണ്ടാക്കിയത് അള്ളയാണെന്ന് പറയും. ഖുൽ അൽഹംദുലില്ലാ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു പ്രയോഗമാണ് കേട്ടോ. ആധുനിക മുസൽമാനായ ഞാനുകളൊക്കെ ചിന്തിക്കുന്ന പ്രയോഗം. അള്ളാന്റെ റസൂലേ ഇവര് അള്ളയാണെന്ന് സമ്മതിച്ചല്ലോ, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന ഒരു ടീമുണ്ട്, ഒരു പാർട്ടിയുണ്ട്, അവരെ അംഗീകരിക്കൂല, നഊദു ബില്ലാ എന്ന് പറയേണ്ടി വരും. ഇന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നത് ആരാ? അള്ളയാണ്. ഇന്നാരാ? അള്ളയല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും സമ്മതിച്ചിരുന്നു ഖാലിഖാണ്, റാസിഖാണ്. ഞാൻ പറഞ്ഞേ, ആ പദപ്രയോഗങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അല്ല ഖാലിഖാണെന്ന് അംഗീകാരം ഉണ്ടായിരുന്നു. അബൂലഹബും അബൂ ജഹലും അടങ്ങുന്ന, ആ ഉത്ബത്ത് ഷൈബത്ത് അടങ്ങുന്ന മക്കയിലെ മുശ്രിക്കുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ, ത്വായിഫിൽ ഓടിച്ച ആൾക്കാർ, ബദറിൽ വെച്ച് യുദ്ധത്തിന് വന്ന ആൾക്കാർ, ഉഹദിൽ തോൽപ്പിച്ച ആൾക്കാർ, പ്രവാചകന്റെ അലവെട്ടാൻ വന്ന ആൾക്കാർ, കല്ലെറിയാൻ വന്ന ആൾക്കാർ, വീട് വളഞ്ഞ ആൾക്കാർ ഒക്കെ ആയിരുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ലോകം പടച്ചത് അല്ലാഹു ആകുന്ന ഖാലിഖാണ് എന്നുള്ളതും. ഇന്നുള്ള മുസ്ലിമിന് അതുണ്ടോ? ഇന്നുള്ള മുസ്ലിമിന് അതുണ്ടോ? അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇപ്പങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ അൽഹംദുലില്ലാക്ക് 14 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാഗപ്പിഴവുകൾ വന്നു. ബൽ അക്സറുഹും ലാ യഅലമൂൻ, ബഹുഭൂരിഭാഗം ആളുകളും അറിയാത്ത ആളുകളാ. പരിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 25-ാമത്തെ ആയത്ത് കൂടി പറയാം. 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 38-ാമത്തെ ആയത്ത് കൂടി പറഞ്ഞു. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത്, ആകാശം പടച്ചതാരാ, ഭൂമി പടച്ചതാരാ എന്ന് ചോദിച്ചാൽ അവര് പറയും അൽഹംദുലില്ലാ, അല്ലാഹു തന്നെയാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റസൂലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ കഴിഞ്ഞാൽ ആ ഉപദ്രവത്തെ മാറ്റാൻ, അവയെ നീക്കിക്കളയാൻ അല്ലാഹു അല്ലാത്തവയ്ക്ക് സാധ്യമാകുമോ? അള്ളയാണ് ഇതൊക്കെ പടച്ചുണ്ടാക്കിയത്. എന്നിട്ട് അല്ലാഹു അല്ലാത്തവൻ വിളിക്കുന്നു. കുട്ടികളെ കിട്ടാൻ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു, രോഗം മാറാൻ വേറൊരു വഴിക്ക് പോകുന്നു, പ്രയാസങ്ങൾ നീങ്ങാൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാ? അല്ല ഇത് മതിയായവനല്ല എന്ന് തോന്നൽ. അല്ലെങ്കിൽ അള്ളാഹു ഒരു റഹ്മത്ത് തരാൻ വിചാരിച്ചാൽ മറ്റാർക്കെങ്കിലും ആ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ കഴിയുമോ? ഈ ആയത്തിന്റെ സുദീർഘമായിട്ടൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ദിക്ർ മാത്രം മതി. ഏതാ ദിക്ർ? നിസ്കാരം കഴിഞ്ഞിട്ടുള്ളത് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ദിക്റിലുണ്ടത്. اللهم لا مانع لما أعطيت ولا معطي لما منعت لا راد لما قضيت ذا الجد منك الجد. പടച്ചോനെ, ഈ ഒരു കാര്യം തരാൻ വിചാരിച്ചാൽ എല്ലാവരും കൂടി തടഞ്ഞാലും അതെനിക്ക് കിട്ടും. അത് മക്കളാകട്ടെ, സമ്പത്താകട്ടെ, സൗകര്യമാകട്ടെ, എന്താകട്ടെ. അള്ളാഹുവെ, നീ തരാൻ വിചാരിച്ചിട്ടില്ല. ഒരു കുട്ടിയെ കിട്ടാൻ 40 കൊല്ലോ 45 കൊല്ലോ 30 കൊല്ലോ ഒക്കെ കാത്തിരിക്കേണ്ടി വന്നിട്ടും റബ്ബേ, നീ അത് തരാൻ ഉദ്ദേശിച്ചില്ല എങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റുകൾ എത്ര കട്ടിയുണ്ടായിട്ടും കാര്യമില്ല, എനിക്കെത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. വൈകുന്നേരമാകുമ്പോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വൈകുന്നേരം എന്റെ CEO എനിക്ക് ടെർമിനേറ്റഡ് എന്ന് പറയുന്ന സീലടിച്ച കത്ത് തരാൻ പടച്ചോനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഖ്ലൂഖ് വിചാരിച്ചാലും ആ കത്ത് തിരിച്ചെഴുതാൻ കഴിയില്ല. ഞാനാകെ 7ാം ക്ലാസ്സും കുസ്തിയുള്ളൂ. ചെറുപ്പകാലത്ത് പോയി പടച്ചോൻ നിഅമത്ത് തരാൻ ഉദ്ദേശിച്ചെങ്കിൽ നല്ലൊരു കമ്പനി കയറിപ്പറ്റാൻ പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കയറിപ്പറ്റിയിട്ടുണ്ടാവും. അതിന് ലോകത്ത് ഏതൊരു മനുഷ്യൻ തലകുത്തിയിരുന്ന് വിഘാതം സൃഷ്ടിച്ചാലും നടത്തുകയില്ല. കിട്ടാൻ പാടില്ല എന്ന് വിചാരിച്ചാലും അത് കിട്ടുക തന്നെ ചെയ്യും. ഇതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ പൊരുൾ. എന്നിട്ട് എന്താ പറയാ? ഇനി മറ്റൊരു ആയത്തിൽ അല്ലാഹ് പറയാ,
ഇതേപോലത്തെ സൂറത്ത് സുഖ്റുഫിൽ കാണാൻ പറ്റും വഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ. ഖുർആനിൽ 8ഓളം ആയത്തുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പടച്ചോൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ചോദിച്ചു നോക്ക്, എന്താ ചോദിക്കേണ്ടത്? മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശം പടച്ചത് എന്ന് ചോദിച്ചു നോക്കാൻ. ആ സൃഷ്ടിപ്പിന്റെയൊക്കെ പിന്നിൽ അള്ളണ്ട് അള്ളണ്ട് അള്ള തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകളെ ഫഅന്നാ തുഫകൂന, നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോയത്? അള്ളൊരു ചെറിയ ചോദ്യം ചോദിക്കുക ബുദ്ധിയുള്ളവരോട് കേട്ടോ. എന്താ ചോദ്യം? പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണിത്. ഇരുകാലി നാൽക്കാലി അല്ലല്ലോ, 2 കാലുള്ളവൻ, 2 കൈയുള്ളവൻ, കണ്ണുള്ളവൻ, ബുദ്ധിയുള്ളവൻ. ചിന്തിക്കുന്നോട് പറയാം, ضرب مثل فاستمعوه له إن الذين تدعون من دون الله لن يخلقوا ذبابا. ഓ മനുഷ്യരെ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നത്, അവര് കേൾക്കാൻ, അവര് ചിന്തിക്കാൻ വേണ്ടി അല്ല പറയാ, അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലെ ഏതെങ്കിലും ഒന്ന് ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. ഒരു ഈച്ച, അതിന്റെ കണ്ണുണ്ടല്ലോ, മഹാത്ഭുതമാണ്. അത് സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവർ ഒന്നിച്ചു ചേർന്നാൽ പോലും ഇനി അവരിൽ നിന്ന് ഈച്ച വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിയുകയില്ല. തേടുന്നവനും തേടപ്പെടുന്നവരും എത്ര ദുർബലരാ. അള്ള പറഞ്ഞതാ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത, ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ നിങ്ങൾ ഏതൊരു പടച്ചോനൊഴികെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരും, ഞാൻ പേര് പറയുന്നില്ല, പേര് ബോധപൂർവം പറയാതിരിക്കുന്നതാണ്. ഏതൊരാൾ വേണമെങ്കിലും സങ്കല്പിച്ചോ. എന്നിട്ട് അയാൾ ഉണ്ടാക്കിയാണ് ഈ തീപ്പെട്ടിപ്പിന്റെ അകത്തിരിക്കുന്ന 50 കൊള്ളിയിലെ ഒരു കൊള്ളിയുടെ അകത്ത് തലയുടെ മുകളിലിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറയുന്ന കെമിക്കൽ, അത് ഇന്ന ആളുണ്ടാക്കിയതാണ്, കമ്പനിയും എഴുതി വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പുൽക്കൊടിയുടെ താഴെ ഇത് ഇന്ന ആളുണ്ടാക്കിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല അല്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇല്ല. അള്ളാഹിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു പരിചയപ്പെടുത്താം. 35-ാം അധ്യായം നമ്മളൊക്കെ ഓതുന്ന 36-ാമത്തെ സൂറത്ത് യാസീന്റെ തൊട്ട് മുകളിലുള്ള സൂറത്തു ഫാത്തിറിൽ കാണാൻ പറ്റും. 13-ാമത്തെ ആയത്തിലും അല്ല പരിചയപ്പെടുത്തുക, രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ, രാവിലെയും പകലിനെയും പ്രവേശിപ്പിച്ചതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്നവൻ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ രക്ഷിതാവ്. അല്ല ആരാന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അല്ല പറയാ, കിഴക്ക് നിന്ന് ഇങ്ങനെ ഉദിപ്പിച്ചു കൊണ്ടുവന്ന് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന സൂര്യൻ, നേരെ തിരിച്ച് ചന്ദ്രൻ പടിഞ്ഞാറ് അസ്തമിച്ച് ഇങ്ങനെ ഉദിച്ച് അത് കിഴക്ക് ഭാഗത്ത് പോയി. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡയറക്ഷൻ മാറ്റാൻ ഏതെങ്കിലും ഒരാൾക്ക് കഴിയോ? ഇല്ല. ആ പടച്ചതമ്പുരാനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പുറത്തിരിക്കുന്ന പാട പോലും അധീനമാക്കാത്ത ആളുകളാ. അത്രയധികം വ്യക്തമായിട്ട് അല്ലാഹു പറയാം. സഹോദരങ്ങളെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും ആപൽ ഘട്ടങ്ങൾ വന്നാൽ അല്ലാഹു പറയാ, വൈദാ വശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർറ. കാറ്റും കോളും തിരമാലയും ഒക്കെ വന്നിട്ട് ആ സഞ്ചരിക്കുന്ന വാഹനം ഇപ്പോൾ ഇതാ ഈ നടുക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് കണ്ടാൽ അവർ പടച്ചതമ്പുരാനെ മാത്രം ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ആളുകളാ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ?
വളരെ പ്രയാസം നിറഞ്ഞതാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 വരിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നവരെയോ, ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന എല്ലാ ദേവീദേവന്മാരുടെ രൂപം ഉണ്ടാക്കിയിട്ട് കഴുത്തിൽ ചുമന്നു നടന്നിട്ടുണ്ട് ആഘോഷവേളകളിൽ. ഒന്നുകൂടി പറയാം, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ദേവീദേവന്മാരുടെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അവയെ പേറിയിട്ട് ഉത്സവത്തിന്റെ ദിവസം ഞങ്ങളുടെ ചുമലിൽ വെച്ച് തോളിൽ വെച്ചിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഗൗരവമുള്ളത്, ഒരിക്കലും ഞങ്ങൾ അവരെ ചുമലിലേറ്റിയ ഒരൊറ്റ ദൈവത്തെ പോലും ഞങ്ങൾ നെഞ്ചിലേറ്റിയിട്ടില്ല. ചുമലിലേറ്റിയ ദൈവങ്ങളിൽ ഒന്നിനെപ്പോലും ഞങ്ങൾ എന്ത് ചെയ്തില്ല, നെഞ്ചിലേറ്റിയിട്ടില്ല. അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ആപൽ ഘട്ടങ്ങൾ വന്നാൽ അവർ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ഇന്നെന്താ അവസ്ഥ? കൊടുത്ത കഴിവിൽ നിന്ന്, അല്ല കൊടുത്ത കഴിവിൽ നിന്ന്. ആരാ കൊടുത്തത്? അല്ല കൊടുത്തത്. ആ കൊടുത്ത കഴിവുകൾ അള്ളാഹിനോട് പറഞ്ഞാൽ മതി, അത് ചെയ്യൂല. മറിച്ച് കൊടുത്ത കഴിവിൽ നിന്ന് ഇന്നിന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ അവർ മുഖേന ഞങ്ങൾക്ക് കിട്ടും. അത് വിട്ടു. ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് പടച്ചോനാരാ, ഉടയാനാരാ എന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഇന്ന ആളാന്ന്. 3 ജില്ല അപ്പുറത്ത്, തൃശ്ശൂർ, മലപ്പുറം കഴിഞ്ഞ കോഴിക്കോട് ജില്ല, വയനാടിന്റെ അതിർത്തിയിൽ ഒരു രാജ്യത്തിന്റെ പേരോടുകൂടി ചേർത്തി പറയപ്പെടുന്ന ഒരാൾ, അദ്ദേഹമാണ് അല്ലാഹ് എന്ന് പറഞ്ഞു. നഅൂദു ബില്ലാഹ്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നത് ഇത് മുഴുവൻ ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിലേക്ക്, വ്യക്തികളിലേക്ക്, സ്രഷ്ടാവിനെ കൊണ്ടുപോയി കെട്ടുന്ന അവസ്ഥയുണ്ട്. അവര് തന്നെ ആരെ? അല്ലാഹ് പറഞ്ഞില്ലേ, അംവാത് ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അവരൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്, ജീവനില്ലാത്തവരാണ്. ഇനി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് എഴുന്നേൽപ്പിക്കപ്പെടുക എന്നറിയില്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരന്മാരെ, നമ്മുടെ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക അല്ലാഹ് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബേജാറാണ് കേട്ടോ. മറുപടി അല്ലാഹ് എന്ന് പറയാ. വൈകുന്നേരം ആകുമ്പോൾ കിടക്കൂലേ, ഉറങ്ങാൻ കിടക്കൂലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നു കൊടുക്കും, സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ പറയും, ഇരിക്കും ബെഡില്. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതും, ആയത്തുൽ കുർസി ഓതൂലേ. അതിൻ്റെ ഒരു തല മതി, ഒരു തല. ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി കൃത്യമായിട്ട് പറയാൻ പറ്റും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ആരാന്നുള്ള മറുപടിയാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധന. അൽ ഹയ്യ്, എന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, ഒരിക്കലും ജീവൻ നഷ്ടപ്പെടാത്തവൻ. അതാണ് സാക്ഷാൽ പടച്ചതമ്പുരാൻ. അൽ ഇലാഹു എന്നാണ് അറബിയിൽ പറയുന്നതാണ് അല്ലാഹ് എന്ന് പറയാ. ഇംഗ്ലീഷിൽ ദ ഗോഡ് എന്ന് പറയുന്നതിന് പകരമായിട്ടും ആ അള്ളാന്റെ പ്രത്യേകത അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെന്നാ, ഒരിക്കൽ പോലും മയങ്ങൂല. അടുത്ത ആയത്തിലാ ലാ തഖുദുഹു സിനതുൻ വലാ നൗം, മയങ്ങാത്ത, ഉറങ്ങാത്ത റബ്ബ്, അതാണ് എന്റെ റബ്ബ് എന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു മുസൽമാന്റെ ബാധ്യത. ഒരു സാധാരണ മുസൽമാന് ഏറ്റവും കൂടുതൽ ഉറങ്ങുമ്പോൾ പോലും പറയുന്ന ആ ആയത്തുൽ കുർസി എന്ന പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിന്റെ തലവാചകം മാത്രം മതി, ബാക്കിയുള്ള ഒക്കെ ഒഴിവാക്കാം. അള്ളാഹിനെ പറ്റി ജീവിതത്തിൽ ഒരിക്കൽ പോലും നഷ്ടമില്ലാതെ, നാളെ പരലോകത്ത് കത്തിയാളുന്ന നരകത്തിൽ പോയി വീഴാതെ, ഒരുക്കി വെച്ച നഷ്ടങ്ങളില്ലാത്ത, ലോപങ്ങളില്ലാത്ത സ്വർഗത്തിന്റെ അവകാശിയായി തീരാൻ ഒന്നേ ഒന്ന് മതി. അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് അല്ല മതി എന്ന് പറഞ്ഞോ. ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവൻ ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. പടച്ചതമ്പുരാനിൽ ആത്മാർത്ഥമായി അടിയുറച്ച് വിശ്വസിക്കുക, അതാണ് ഹസ്ബി അല്ലാഹ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായും അവനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി കറകളഞ്ഞ മുവഹിദുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله ثانيا بتقوى الله. وعن جابر رضي الله عنه قال جاء أعرابي إلى النبي صلى الله عليه وسلم فقال يا رسول الله ما الموجبات؟ قال
മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ഔ യുശ്രികു ബിഹി ദഖലൻ നാർ. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി വളരെ സംക്ഷിപ്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന, കാര്യം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അയറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുക, മൽ മൂജിബാത്തു യാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ, രണ്ട് നിർബന്ധമായ കാര്യങ്ങൾ, അത് ചെയ്താൽ നിർബന്ധമാണ്, ഉറപ്പായിട്ട് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഏതാ? റസൂൽ പറഞ്ഞു, ഒന്നാമത്തെ മൂജിബാത്ത് മൻ മാത, ജീവിച്ചത് എങ്ങനെയെന്നല്ല, അത് ഖുർആൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ജീവിക്കണേന്ന് ഇല്ല. ഇപ്പോഴും നമ്മൾ ജുമാന്റെ മുമ്പ് ഖുത്ബയിൽ കേട്ടില്ലേ, അല്ല എന്ത് പറഞ്ഞത്? അല്ല എങ്ങനെ പറഞ്ഞതാ? എങ്ങനെ മരിക്കണം എന്നാ അല്ല പറഞ്ഞത്? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതം എങ്ങനെയാകാം? അറിവില്ലായ്മ കൊണ്ട്, അബദ്ധം കൊണ്ട്, ചോരത്തളപ്പ് കൊണ്ട്, അബദ്ധ സഞ്ചാരം കൊണ്ട് എങ്ങനെയാകാം? അതിനൊന്നും അള്ളാഹു വിലക്കിയിട്ടില്ല. മറിച്ച് അതിനൊക്കെ പരിഹാരമായിട്ട് പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. പക്ഷെ യാത്രയുടെ അവസാനത്തെ ടിക്കറ്റ് വാങ്ങുമ്പോണ്ടല്ലോ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടരുത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരു ശിർക്ക് പോലും ചെയ്യാതെ ആണ് മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്നത്തു, സ്വർഗം നിർബന്ധമായി. അതാണ് ഒന്നാമത്തെ വാജിബത്ത്, മൂജിബാത്ത്, നിർബന്ധമാകുന്ന കാര്യം. രണ്ടാമത്തെ എന്താ? യുശ്രികു ബില്ലാഹി ഔ യുശ്രികു ബിഹി, അള്ളാഹുവിൽ ഏതെങ്കിലും ഒരു അംശം, അല്ലാതെ പറഞ്ഞില്ലേ, യാ അല്ലാന്ന് വിളിക്കേണ്ടതിന് പകരം യാ ഗൗസു യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചാൽ, ചെറുപ്പത്തിൽ അറിയാതെ അബദ്ധത്തിൽ നിർബന്ധിത സാഹചര്യം കൊണ്ട് വളർന്നു വന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ വിളിച്ചുപോയെങ്കിൽ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോളി. അള്ളാന്ന് വിളിക്കേണ്ടുന്ന നാവിന് പകരം അല്ലാത്തവരെ വിളിക്കുക. എന്തിനാ? അഭൗതികമായി തന്നെ സഹായിക്കുന്ന യാ ഗൗസ് യാ ഗൗസ് ഇല്ല, അള്ളാഹു പുറത്തു തരട്ടെ. അതല്ലാത്ത ആർക്കെങ്കിലും വിളിച്ചു വിചാരിച്ചു എങ്കിൽ അതും ശിർക്കിന്റെ അംശമാണ്. ഇനിയുള്ള ജീവിതത്തിൽ അത് വിളിക്കാതിരിക്കാൻ, അള്ളാഹ് മാത്രം വിളിക്കാൻ, ആ അള്ളാ എന്ന് വിളിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ല എങ്കിൽ റസൂൽ പറയാം, ദഖലൻ നാറു, അവൻ നരകത്തിൽ പ്രവേശിക്കും. ആര് എന്നല്ലാട്ടോ, എന്ത് എന്നുള്ളതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 39-ാം സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു റസൂലോട് പറയാം, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത. ആ താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻത എന്ന് നമ്മൾ അറബി പറയും. സാധാരണ ഒരു കോമൺ അറബിക്ക് അറിയുന്ന ആൾക്കാരുമില്ല, അൻത എന്ന് പറയുന്ന ആ താഇനെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അല്ലാഹു റസൂലേ, ആ പറഞ്ഞ ആയത്തിന്റെ സാരത, വലഖദ് ഊഹിയ ഇലൈക, നിങ്ങൾക്ക് ഞാൻ വഹീ തന്നിട്ടില്ലേ? 23 കൊല്ലക്കാലം, 40 വയസ്സ് മുതൽ 60 കൊല്ലക്കാലം വഹീ തന്നിട്ടില്ലേ? ഇതുപോലെ ദീർഘകാലം വഹീ കിട്ടിയ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. നൂഹ് നബിയൊക്കെ ദീർഘകാലം വഹീ കിട്ടിയ പ്രവാചകനാണ്, പ്രബോധനം നിർവഹിച്ച പ്രവാചകനാണ്. പക്ഷെ അവർക്ക് മുഴുവൻ ഈ 1,00,000 ചില്ലാനം അമ്പിയാക്കളും മുർസലുകളും ഈ ലോകത്തേക്ക് ദഅവത്ത് ചെയ്യാൻ വന്നിട്ടുണ്ട്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്കും എന്റെ മുൻപ് വന്ന പ്രവാചകന്മാർക്കും ഒക്കെ അല്ലാഹു കൊടുത്തതിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരും ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ്. ആ കാര്യം നിർവഹിക്കാൻ വന്ന പ്രവാചകനായ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് നൽകിയ വഹയും അത് തന്നെയാണ്. ലഇൻ അശ്റക്ത, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനു വേണ്ടി കഷ്ടപ്പെട്ട മഹാരഥന്മാരിൽ അവസാനത്തെ കണ്ണിയ ആ പ്രവാചകന്റെ വാക്കുകൊണ്ട് പോലും നോക്കുകൊണ്ട് പോലും ഉണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ, പിന്നെ ഞാനും നിങ്ങളൊക്കെ സാധാരണക്കാരാണെങ്കിലോ, എന്റെ നിങ്ങളൊക്കെ ഉമ്മയും ബാപ്പയാണെങ്കിലോ, അയലൊക്കാരാണെങ്കിലോ അല്ല വെച്ചേക്കുവോ? ഇല്ല. ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ഉംറ ചെയ്തിട്ട് കാര്യമില്ല, സകാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല, മറ്റെന്ത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 48-ാമത്തെ ആയത്തിൽ കൂടി പറഞ്ഞത്, ഇന്നല്ലാഹ യഗ്ഫിറു അൻ യുശ്റക ബിഹി ഫയഗ്ഫിറു മാ ദൂന ദാലിക്. ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും ശിർക്ക് അല്ലാഹു പുറത്തു തരികയില്ല.
ശിർക്കല്ലാത്ത എല്ലാ മഹാപാതങ്ങളും ചെയ്തു പോയ ഒരുത്തന് അള്ളാഹു ഉദ്ദേശിക്കുകയാണ് അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും. മുഫസ്സിറുകളും ആലിമുകളും ഫുഖഹാക്കളുമായ ആൾക്കാർ പറയുന്നു അതും ഒരാളുടെ ജീവിതത്തിൽ അബദ്ധവശാൽ ചെയ്തു പോയതാണ്. അറിവില്ലായ്മ കൊണ്ടിട്ട് ഗൗരവറിയാത്തതുകൊണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ അങ്ങനെയാണ്, അതാണ് ശരിയെന്ന് മനസ്സിലാക്കി ജീവിച്ചതാ. നമ്മുടെ പൂർവ്വകാലത്തുള്ള ഉമ്മാർക്കുപ്പാർക്കും അതിനെപ്പറ്റി അറിയണ്ടാവൂല. ഇങ്ങനെ ചെയ്താൽ പോരിശയാണ്, ഇതാണ് ദീന്, ഇങ്ങനെ ചെയ്താലാണ് സ്വർഗത്തിലെത്തുക, ഇത് ചെയ്താൽ സ്വർഗത്തിലെത്തും, അതിന് കൂലി കിട്ടും എന്ന് വിചാരിച്ച് ചെയ്തതാണ് പാപങ്ങൾ. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ വന്നുപോയെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹു തൗബ ചെയ്യുക, അള്ളാഹു തൗബ സ്വീകരിക്കട്ടെ. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കഴിയുക. അതല്ലാത്ത പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അതും പുറത്തു കൊടുക്കാൻ നമ്മുടെ ആത്മാർത്ഥമായ ദുആ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്, ഇസ്തിഗ്ഫാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, തൗബ നമ്മുടെ കൂടെയുണ്ട്. അറിയാതെയാണ് സംഭവിച്ചു പോയെങ്കിൽ അതിന് പരിഹാരം ആ തൗബയാണ്. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. മുവഹിദുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കുടുംബാദികൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ സ്വർഗ്ഗത്തിന്റെ അവകാശികളായ അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ സാധുക്കളായ മാതാപിതാക്കൾക്കും കുടുംബ ബന്ധുമിത്രാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളുള്ള ആളുകൾ, ശാരീരികമായ അവശതയുള്ള ആളുകൾ, മാനസികമായി കഷ്ടപ്പെടുന്ന ആളുകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാം അറിയുന്ന റബ്ബ് എല്ലാത്തിനും ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും വേജാറും വെപ്രാളവും ബുദ്ധിമുട്ടും വേദനയും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാടിന്റെ നാനാഭാഗത്തും ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഫലസ്തീനിലും ഗസയിലും ഒക്കെയുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജനിച്ച നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി മരിച്ചു മൺമറയാനും ആ നാടിന്റെ അവകാശികളായി തീരാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിന്റെ നാനാഭാഗത്തും ദീനിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു ശിഥിലമാക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.